നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ വിക്രത്തിനെ കാണാനായിട്ട് ജയിൽ സൂപ്രണ്ട് ആൻഡ്രൂസ് വരുവാണ്. വിക്രം അപ്പം തിരക്കിട്ട പണിയിലായിരുന്നു. അങ്ങനെ വിക്രത്തിനെ വിളിച്ചു. വിക്രം എന്നിട്ട് എന്താ സാറേ? അതെ, ഞാൻ തനിക്കൊരു പരോളിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തിനാ സാറേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, താൻ തൻ്റെ അച്ഛനോടൊപ്പം കുറച്ച് ദിവസം പോയി നിൽക്കുക. അല്ല സാറേ, അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ, താൻ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. താനിപ്പോൾ ചെന്ന് നിൽക്കുന്ന അച്ഛനൊരു ആശ്വാസമായിരിക്കും. പിന്നെ തനിക്ക് തന്നെ ഭാര്യയെ കണ്ടെത്തണ്ടേ? അവൾ മിക്കവാറും എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്ന സാറേ. സാറ് കണ്ടു, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വരും. അവളും മറിഞ്ഞിരിക്കുന്ന എന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ പുറത്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കും സാറേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും അവളും കൂടെ ഒന്നിച്ച് കഴിയുമ്പോഴത്തേനും പല കാര്യങ്ങളും ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ശത്രുക്കൾക്ക് അധികം നാളെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം താൻ ചെന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല സാറേ, ഇനി ഞങ്ങൾ ചെയ്യുന്നതിനൊന്നും തെളിവുകളൊന്നും കാണത്തില്ല സാറേ. ഞാനാ പറയണേ. തൽക്കാലത്തേക്ക് താൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പരോള് കിട്ടുവാണെങ്കിൽ അച്ഛനോടൊപ്പം പോയി കുറച്ച് നാൾ നിൽക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് ആൻഡ്രൂ സാർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം തൻ്റെ ജോലി തുടരുവാണ്. ഈ സമയത്ത് SI സാബുവിനെ വിളിച്ച് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുവാണ് ശ്രീകാന്ത്. ശ്രീകാന്തിന്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ശ്രീകാന്ത് 2-3 വട്ടം ഫോൺ ചെയ്യുന്നുണ്ട്. അവസാനം കോള് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ സങ്കടമായി. എന്താ സാറേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, ഞാൻ അവന്മാരെ വിളിക്കുമായിരുന്നു ഡൽഹിയിലേക്ക്. പക്ഷെ അവന്മാർ ഒറ്റ കോൾ എടുക്കുന്നില്ല. കോൾ എടുത്താൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടുകയോ ചെയ്യുന്നത്. എന്താ ഏതാന്നും അറിയത്തില്ല. എൻ്റെ സാറേ, ചിലപ്പോൾ അവർക്ക് ഇതിനേക്കാളും വലിയ മീൻ കൊടുത്തി കാണും. അതുകൊണ്ടായിരിക്കും അവന്മാർ ആ പുറകെ പോയിരിക്കുന്നത്. സാരമില്ലെന്നേ, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തിരക്ക് കഴിയുമ്പോൾ അവന്മാർ തിരികെ വിളിച്ചോളും. എന്തോ എനിക്ക് അത്ര ഇത് തോന്നുന്നില്ല. എന്താ സാറേ, സാറിന് എന്താ ഒരു വല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, എനിക്കിപ്പോൾ ഒരു പേടിയുണ്ട്. ഇനി അച്ഛനെങ്ങാനും ഇതിനകത്ത് ഇടപെട്ട് കാണുമെന്ന്. അച്ഛനോ? അതേന്നേ, എൻ്റെ അച്ഛനെ അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി അവള് ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും സഹായം ചോദിച്ചോണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഒരു ഡൽഹി കണക്ഷൻ വെച്ച് അച്ഛൻ അവളെ സഹായിച്ചിട്ടുണ്ടായിരിക്കുമോ? എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവൾ ഇങ്ങനെ മറിഞ്ഞിരിക്കണമെങ്കിൽ അവൾ എന്തിനും ഒന്നും ഭയപ്പെടുന്നുണ്ട്. പിന്നെ അവൾ സുരക്ഷിതമായ കൈകളിലാണെന്ന് വേണം കരുതാനായിട്ട്. അല്ലെങ്കിൽ അവളെ പിടികൂടേണ്ട സമയം പണ്ടേ കഴിഞ്ഞ. അവൾ എവിടെയാ എന്താന്നും അറിയത്തില്ല. എൻ്റെ സാറേ, സാറിൻ്റെ ഈ സംശയങ്ങളൊക്കെ ആദ്യം ഒന്ന് കള. അവൾ എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും മറിഞ്ഞ് നിൽക്കുന്നതൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വരും. അവൾ എവിടെ പോവാനാ? ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. നമുക്കപ്പം പിടികൂടാന്നേ. പക്ഷെ എന്നാലും സാറ് ധൈര്യമായിട്ടിരിക്കുക. ഇതങ്ങോട്ട് കുടിക്കാനും പറഞ്ഞിട്ട് സാബു ഒരു ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കുവാണ്. ശ്രീകാന്തിന് എന്നാലും വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു. എന്തോ ഏതോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അവൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും മറിഞ്ഞിരിക്കുന്നത്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, എനിക്കൊരു ഭയമുണ്ട്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞെന്ന്. കുഞ്ഞ് ജനിച്ചെന്നോ? അതെ, 7 കുഞ്ഞുങ്ങൾക്ക് ശേഷം 8ാമത്തെ കുഞ്ഞായിട്ടല്ലേ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്, ഹംസന്റെ അന്തകനായിട്ട് എന്ന് പറഞ്ഞ പോലെ ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമില്ലായില്ല. എൻ്റെ സാറേ, സാറിൻ്റെ പേടി എല്ലാത്തിനും കാരണം. സാറ് പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയാണ് SI സാബു. കുറച്ച് കഴിഞ്ഞപ്പോൾ തരുണ് ഒരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സേതുലക്ഷ്മിയമ്മ വന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോൾ തരുൺ ചോദിച്ചു, ഇതെങ്ങോട്ടാ കുഞ്ഞിനെ എടുത്തോണ്ട്? അല്ല, മോളെ കൊണ്ടുപോയി വേദം എടുത്ത് കൊടുക്കണ്ടേ? എന്തിന്? അവളവിടെ ഉറങ്ങുമല്ലേ? തരുണേ, രാത്രിയിൽ ഉറക്കത്തിൽ നെറ്റി കരഞ്ഞാലോ? കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ, ഞാൻ അവളെ ഉറക്കിയോളാം. മുമ്പ് ഞാനല്ലോ ഉറക്കിയത്. അതുപോലെയല്ല തരുണേ, രാത്രി കുഞ്ഞ് വിശന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ അവൾ നോയിക്കൂടില്ലെന്ന് ചോദിച്ചു. തരുണിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വേദി ഇതെല്ലാം കേട്ടിട്ട് റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. തരുൺ പറഞ്ഞു, ഞാൻ ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റായി പോയെന്നൊരു സംശയം. അതെന്താ? അല്ല, വേണ്ടാത്ത ആൾക്കാരെയൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. തരുണ അങ്ങനെ പറയരുത്. ഇപ്പം നിന്റെ കുഞ്ഞിന് ഒരാൾ വേണം, ഒരമ്മ വേണ്ടേ? കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അമ്മയോ? അതിന് കുഞ്ഞിൻ്റെ അമ്മ അവളല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദയ്ക്കാണ് കണ്ണ് നിറഞ്ഞു വന്ന് പുറത്ത് നിന്നിട്ട് വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. തരുൺ എങ്ങനെയൊന്നും പറയരുത്. ഇപ്പം കുഞ്ഞിന് വേദയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ശരി, ഇപ്പം കൊണ്ടുപോയിക്കോ. പക്ഷേ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേദയുടെ കൈ കൊടുത്തു. അപ്പോഴേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേദ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ പാലൊക്കെ കൊടുത്ത് വേദ കുഞ്ഞിനെ ഉറക്കുവാണ്. ഉറക്കിയിട്ടിരുന്ന് കഴിയുമ്പോൾ വേദയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വന്നു. വിക്രമായിട്ടുള്ള ചില നിമിഷങ്ങൾ. ഒരു ദിവസം വിക്രം വേദയും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് വിക്രം ഭയങ്കര ആലോചനയിലാണ്. വേദ ചോദിച്ചു, എന്താ വിക്രം ഭയങ്കര ആലോചനയിലാണല്ലോ? ഞാനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അതിന് ചിരിക്കണം എന്തിനാ? അതെ, ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാ. എന്താന്ന് പറ, ഞാനിവിടെ കേൾക്കട്ടെ. നീയേ ഇങ്ങനെ
ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഈ പ്രസവത്തിന് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ വയറൊക്കെ താങ്ങി പിടിച്ച് നടുവിന് കൈയും കൊടുത്ത് നടക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. അപ്പം നിന്നെ സഹായിക്കാനായിട്ട് വരുന്ന ഞാൻ, അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ. ഈ വിക്രുവിൻ്റെ ഒരു കാര്യം വേറൊന്നും ഓർക്കാനില്ലേ? വേറെന്താ ഓർക്കുന്നേ? ആ സത്യമായിട്ടുള്ള കാര്യമല്ലേ, അതൊക്കെ സംഭവിക്കാൻ പോകുന്നല്ലേ എന്ന് ചോദിച്ചു. എന്താ അല്ലേ, പ്രസവിച്ച് കുറച്ച് നാൾ വരെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന അതിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. അതെ, അതാ പറഞ്ഞ സ്ത്രീകളുടെ മഹത്വം. എല്ലാ ആണുങ്ങൾക്കൊന്നും കുഞ്ഞുങ്ങളെ എടുക്കാൻ പോലും അറിയില്ല. കാരണം പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഉടനെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ വശമില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് ശരിയാ. വേദ പറഞ്ഞു, എല്ലാ ആൾക്കാരുടെയും കാര്യമൊന്നുമില്ല, ചില ആൾക്കാർക്ക് അങ്ങനെയാന്ന് പറഞ്ഞു, ചിലർക്കൊക്കെ എടുക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അതെ, ഈ സ്ത്രീകളുടെ മഹത്വം മനസ്സിലായോ? അതെ, അമ്മമാരാണ് കുഞ്ഞുങ്ങളെ കുറേ നാളത്തിന് വളർത്തുന്നത്. വിക്രം പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അല്ലാതെ വളർത്തുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ പ്രസവത്തോടുകൂടി അമ്മ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ അച്ഛന്മാരെ എളുപ്പം വളർത്തുമായിരിക്കും. ഇനി അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിക്രം വേദയുടെ ഭാഗത്ത് ഇതേ അങ്ങനെയൊന്നും പറയരുത് നീ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നു നീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ജനിക്കാൻ പോകുന്നൊരു പെൺകുഞ്ഞായിരിക്കും. അത് നിനക്കെങ്ങനെ അറിയാം? വിക്രു, അതൊക്കെ എനിക്കറിയാം. അല്ല, അങ്ങനെ ഒരു പെൺകുഞ്ഞാണെങ്കിലേ എന്ത് പേരിടണം? അപ്പോഴേക്കും വേദ പറഞ്ഞു, പേരൊന്നും നേരത്തെ കണ്ടുപിടിച്ച് വെക്കണ്ട, അതൊന്നും ശരിയാകത്തില്ല. കാരണം നമ്മളെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു വെക്കരുതെന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ? അതൊന്നും ശരിയല്ലെന്ന് പറയണേ. ആണോ? എങ്കിൽ വേണ്ട, നമുക്ക് ജനിച്ചതിന് ശേഷം മതിയല്ലേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് കണ്ണു നിറഞ്ഞു വന്നു. പിന്നീട് വേദ കുഞ്ഞിനെ നോക്കണം. എൻ്റെ മോളെ, നിന്നെ ഒന്ന് കാണിക്കാൻ പോലും പറ്റാത്തത്ര അകലത്തിലേക്ക് ഞാൻ വന്നല്ലോ. പക്ഷെ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. വിക്രവും വേദയും കൂടെ രാത്രി തേയിലത്തോട്ടത്തിൻ്റെ അവിടെ പോയിരിക്കുന്നത്. ആ സമയത്ത് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ വിക്രം ഒരു കാര്യം വേദയോട് പറഞ്ഞു, അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരികെ പിടിച്ചോണ്ട് വന്ന് നീയാ. അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞേ? അല്ല, ഒരു കാട്ടാളൻ കവിയായ കഥ നിനക്കറിയാലോ. ഓ, രത്നാകരൻ വാൽമീകി ആയതല്ലേ, എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോലെയാ കുണ്ടയായി എന്നെ നീ അങ്ങനെ മെരുക്കിയെടുത്തില്ലേ, ഇപ്പം നല്ല സ്വഭാവക്കാരനായി മാറ്റില്ലേ, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിനക്കാം. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അങ്ങനൊന്നും പറയുമൊന്നും വേണ്ട, വിക്രത്തിൻ്റെ ഉള്ളിലെ നല്ലൊരു മനസ്സുണ്ടായിരുന്നു പറഞ്ഞു. അത് ശരിയാ, നീ കണ്ടു, നമ്മൾ നല്ലൊരു ജീവിതം നയിക്കും, നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് എന്ത് രസമായിരിക്കും അല്ലേ. ആ ഒരു ചിന്ത വേദയുടെ മനസ്സിൽ വല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേദ തൻ്റെ താലിയിലേക്കൊന്ന് നോക്കുവാണ്. താലി എടുത്ത് നോക്കി. അന്ന് വിക്രം പറഞ്ഞ കാര്യങ്ങളായിരുന്നു വേദയുടെ മനസ്സിൽ. വേദ, ഈ താലിക്ക് ഇത്ര പവർ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ താലി നിന്റെ കഴുത്തെ കെട്ടിയതിന് ശേഷമല്ലേ എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. വേദ താലിയിലേക്ക് ഇങ്ങനെ മുറുക്കെ പിടിച്ചു. ശരിയാണ്, വിക്രം ഈ താലി കെട്ടിയതിന് ശേഷമാണ് വിക്രത്തിന് ജീവിതത്തിലും തൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടായത്. പിന്നീട് വേദ ഇങ്ങനെ ഓർക്കുന്ന അന്ന് ആ താലി ക്ഷേത്രത്തിൽ വെച്ച് കിട്ടിയതും അച്ഛമ്മയുടെ വാക്കുകളും അതിനുശേഷം ഉണ്ടായ ഓരോ സംഭവ വികാസങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ നടന്നേ. ഒടുവിൽ ഇവിടം വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ വന്നാലും ശരി, തനിക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വയ്യ. അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് പോകുമ്പോൾ തൻ്റെ കുഞ്ഞിനെ കൊണ്ട് വേണം പോകാനായിട്ട്. ഒരുപക്ഷെ ആ അച്ഛൻ്റെ അമിതമായ കുഞ്ഞിനോടുള്ള സ്നേഹം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുമോ? തരുണിൻ്റെ കാര്യമാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും വേദയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഇത്ര ത്യാഗം സഹിച്ചതുപോലും ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, ഈ കുഞ്ഞിൻ്റെ ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വേദയ്ക്ക് അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.